അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മാസം പിറവിയെടുത്താൽ കേരളത്തിലുള്ള ചില ആളുകൾക്കൊക്കെ ഭയങ്കര മനപ്രയാസവും അതുപോലെ തന്നെ ഭയങ്കര ടെൻഷനുമാണ്. കാരണം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുകയും കരയുകയും ചെയ്തത് ലാനത്താക്കപ്പെട്ട ഇബ്ലീസ് ആണ്. ഞാൻ മനസ്സിലാക്കുന്നത് ആ ഇബ്ലീസിന്റെ അനുയായികളാണ് കേരളത്തിലുള്ള ഈ വിഭാഗവും എന്നാണ്. കേരളത്തിലുള്ള വഹാബി പാദ്രിമാർ ആ വിഷയത്തിൽ പല ചർച്ചകളും നടത്തിയിട്ടുണ്ടെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലുള്ള വഹാബികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഡ്ഢിത്തങ്ങൾ നമുക്കൊന്ന് ആദ്യം കാണാം. അതിലൊരു വഹാബി പറയുന്നത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്മം കൊണ്ടത് റമദാൻ മാസത്തിലാണ് എന്നാണ് അദ്ദേഹം ആദ്യം പറയുന്നത്. പിന്നീട് അദ്ദേഹം അത് തിരുത്തി പറയുന്നു, റബീഉൽ അവ്വൽ 8-ാം തീയതിയാണ് എന്നാണ്. റബീഉൽ അവ്വൽ 8-ാം തീയതിയാണ് എന്ന്. അതിൽ തന്നെ അദ്ദേഹം പല കളവും പറയുന്നു. അത് നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ്. അതിനുശേഷം മറ്റൊരു മൗലവി പറയുന്നതും ഇദ്ദേഹം തന്നെ പറയുന്നതുമായ കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. നബി ദിനം എന്ന് പറഞ്ഞാൽ നബിയായ ദിനം അതെപ്പോഴാ? റബീഉൽ അവ്വല അല്ല, എല്ലാ മുസ്ലിങ്ങൾക്ക് അറിയാം റമദാനാ. നബിയായ ദിനം റമദാനാണ്. പിന്നെ മുഹമ്മദ് നബി ജനിച്ച ദിനം, ആ ജനിച്ചതും റബീഉൽ അവ്വലിനല്ല റമദാനിലാണ്. മുഹമ്മദ് നബിയായത് റമദാനിലാണ്. അല്ലേ അല്ലേ അല്ലേ? ആർക്കാ അതിലെതിരെ അഭിപ്രായം? 8-ലധികം വരുന്ന അഭിപ്രായം സുന്നി പണ്ഡിതന്മാർക്കിടയിലുണ്ട്. റസൂലുള്ളാഹി ജനിച്ചത് റബീഉൽ അവ്വൽ 8-നാണെന്നാ പറഞ്ഞത്. 8-നാണ് ഹദീസ് പണ്ഡിതന്മാർ മുഴുവനും ബലപ്പെടുത്തിയത് അതാകുന്നു എന്നാണ് സുന്നി പണ്ഡിതന്മാരുടെ പക്ഷം. ചരിത്ര പണ്ഡിതന്മാർ മുഴുവനും റബീഉൽ അവ്വൽ 8-നാണ് റസൂലുള്ളാഹി ഭൂജാതനായത്. റബീഉൽ അവ്വൽ 12 വെള്ളിയാഴ്ചയാണ്. ഇപ്പോ നിങ്ങൾ കണ്ടില്ലേ, വഹാബി പാതിരിയായ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന ഇപ്പോഴത്തെ പുതിയ വിസ്ഡം ജിന്നൂരി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ നേതാവ് കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം പല വിഷയങ്ങളും മാറ്റി പറഞ്ഞു. അത് നമുക്ക് പിന്നീട് മുന്നോട്ടുള്ള വീഡിയോകളിൽ ഇൻഷാ അല്ലാഹ് അതൊക്കെ വരും. ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ചത് റമദാൻ മാസത്തിലാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചതും റമദാൻ മാസത്തിലാണ് എന്നാണ് അദ്ദേഹം ആദ്യം പറയുന്ന വീഡിയോയിലുള്ളത്. അടുത്ത വീഡിയോയിലുള്ളത് എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വൽ 8-ാം തീയതി തിങ്കളാഴ്ചയാണ്, 12-ാം തീയതി വെള്ളിയാഴ്ചയാണ് എന്നാണ്. നിങ്ങൾ കണ്ടല്ലോ, ഒരേ മൗലവി തന്നെ മാറ്റിപ്പറയുകയാണ്. ഇതിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്ന മറ്റൊരു സംഭവമുണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് കാണിക്കും. എന്നാൽ വഹാബി കൂട്ടത്തിൽ തന്നെയുള്ള മറ്റൊരു നേതാവ് അനസ് മൗലവി പറയുന്നത് എന്താണ് എന്ന് നമുക്കൊന്ന് കേട്ടുനോക്കാം. അദ്ദേഹം പറയുന്നത് കേൾക്കാം. അതിനുശേഷം ഇൻഷാ അല്ലാഹ് ഇവരുടെയൊക്കെ സ്വഭാവം എന്താണ് എന്നും ഇവരൊക്കെ ദീനിന്റെ പേരിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നും ഈ പറയപ്പെടുന്ന വഹാബി മൗലവി മുജാഹിദ് ബാലുശ്ശേരി തന്നെ അവസാനം പറയുന്നതും ഞാൻ ഇതിലിടാം. കാരണം അവരുടെ സ്വഭാവവും അവർ ചെയ്യുന്നതും എന്താണ് എന്ന് അവര് തന്നെ പറയുമ്പോഴാണല്ലോ അതിനൊരു ക്ലാരിറ്റി ഉണ്ടാവുക. അപ്പൊ ഇൻഷാ അല്ലാഹ് അനസ് മൗലവി പറഞ്ഞതിന് ശേഷം എന്താണ് ഈ വഹാബിസവും വഹാബി മൗലവിമാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളുടെ മുജാഹിദ് ബാലുശ്ശേരിയും കൂടി പറഞ്ഞ് വീണ്ടും ഞാൻ തിരിച്ചു വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വലിലാണ്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. റബീഉൽ അവ്വൽ 8 തിങ്കളാഴ്ചയും റബീഉൽ അവ്വൽ 12 വെള്ളിയാഴ്ചയുമാണ്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. റബീഉൽ അവ്വൽ 12 വെള്ളിയാഴ്ചയുമാണ്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. രണ്ടാമത്തെ കാര്യം, ഒരു മൗലവിയെ ഒരു പുരോഹിതനെയും അന്ധമായി തൊണ്ട തൊടാതെ നിങ്ങൾ വിഴുങ്ങരുത്. ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി പറയാൻ, ഈ അടുത്ത കാലത്തെ എൻ്റെ അനുഭവം വെച്ച് മൗലവിമാർക്ക് പോലും ഈമാൻ നഷ്ടപ്പെട്ടു പോയൊരു കാലത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്.
വലിയ ബേജാറ് തോന്നാറുണ്ട് പല ആളുകളുടെ സ്വഭാവം അറിയും. എന്ത് കളവും പറയാൻ മടിയില്ലാത്തവരെ പരസ്യമായി പറഞ്ഞതിനെതിര് അതിനെതിര് ഇങ്ങനെ കാണുമ്പോൾ വല്ലാത്തൊരു ബേജാറ്. നിങ്ങൾ കണ്ടല്ലോ അനസ് മൗലവി പറഞ്ഞതും അതിനുശേഷം ഇവരുടെയൊക്കെ അവസ്ഥ എന്താണ് എന്നും മൗലവിമാരെന്താണ് എന്നും ഉള്ളത് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞതും നിങ്ങൾ കേട്ടല്ലോ. അള്ളാഹുവിന്റെ ദീന് പഠിക്കാതെ, മതം എന്താണെന്ന് പഠിക്കാതെ ആരെങ്കിലും പറഞ്ഞു കേൾക്കുന്നതുമായിട്ട് പുറപ്പെട്ടാൽ ഉണ്ടാകുന്നൊരവസ്ഥയാണ്. കാരണം സ്വയം ദീന് പഠിക്കാൻ ഇവർക്ക് താല്പര്യമില്ല. മറ്റുള്ളവരെ എങ്ങനെ ദീനിൽ നിന്ന് പുറത്താക്കാം? കാരണം ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം ഉമ്മത്തും ഇസ്ലാമിന് പുറത്താണ്, വഹാബികൾ മാത്രമേ ഇസ്ലാമിനകത്തുള്ളൂ എന്നാണ്. അതിപ്പോ അവര് തന്നെ എന്തുണ്ടെന്ന് പറഞ്ഞാൽ സ്റ്റേജ് കെട്ടിയിട്ട് സ്വയം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ട് മുശരിക്കാക്കിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പ് കാലത്ത് മുസ്ലിം ഉമ്മത്തിനെ മുശരിക്കും കാഫറുമാക്കുവാൻ വേണ്ടി ഏതൊക്കെ ഖുർആൻ ആയത്തുകളും ഹദീസുകളും ആയിരുന്നോ ഇവർ ദുർവ്യാഖ്യാനിച്ചിരുന്നത്, അതൊക്കെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഇപ്പൊ കേരളത്തിന്റെ തിരുവോരങ്ങളിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ കാഫറും മുശരിക്കുമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു തുടക്കം എന്നുള്ളതാണ് ഇപ്പോൾ റബീഉൽ അവ്വൽ മാസമായതുകൊണ്ട് ആ ഒരു വിഷയമെടുത്തു എന്ന് മാത്രം. കാരണം മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത് തന്നെ അദ്ദേഹം തിരുത്തി വീണ്ടും പറയുകയാണ്. കാരണം ആദ്യം റമദാനിലാണെന്ന് പറഞ്ഞു, പിന്നെ റബീഉൽ അവ്വൽ 8-നാണ് എന്ന് പറഞ്ഞു, 12 വെള്ളിയാഴ്ചയാണ് എന്നും പറഞ്ഞു. മറ്റൊരു മൗലവി പറയുന്നത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ് എന്ന് അദ്ദേഹം വാദിക്കുന്നു. അപ്പം ഇവരുടെ വിശ്വാസം ഇവർക്ക് തന്നെ ഉറപ്പില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടവരുടെ കയ്യിൽ നിന്ന് എഴുതി കിട്ടുന്ന ഷീട്ടുമായിട്ട് ദീന് പറയാൻ വരുന്നത് കൊണ്ടാണ്. അപ്പം ഇതുപോലെയുള്ള പേച്ച വിശ്വാസക്കാരിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രത്യാശയോടുകൂടി തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.